നമസ്കാരം. ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിജിമോൾ. ഞാൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് 2ാം വർഷ സിലബസിലെ DC ടു DC കൺവേർട്ടർ എന്ന പാഠഭാഗത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിലുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബക്ക് കൺവേർട്ടർ പഠിച്ചു. ഇനി നമുക്ക് ബൂസ്റ്റ് കൺവേർട്ടറാണ് പഠിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ പാഠഭാഗങ്ങൾ: ബേസിക്സ് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ, ബേസിക് സർക്യൂട്ട് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ, മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, വർക്കിംഗ് ഓഫ് ദ ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് ആൻഡ് കമ്പാരിസൺ ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. ആദ്യം ബേസിക്സ് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ. ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് അപ്പ് ചോപ്പറാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻപുട്ട് വോൾട്ടേജ് ലെവൽ. ഇൻപുട്ട് വോൾട്ടേജ് ലെവലിനെ ഇൻക്രീസ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അറ്റ് ദ ലോഡ് സൈഡിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി ഔട്ട് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വി ഇൻ. In this boost converter, transistor continually switches on and off at high frequency. Increased voltage is produced by ബൂസ്റ്റ് കൺവേർട്ടറിൽ ഇൻക്രീസ് ചെയ്ത വോൾട്ടേജ് ആണ് കിട്ടുന്നത്. അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ ആഡിങ് സ്റ്റോർഡ് എനർജി ആൻഡ് ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജ്. ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജിന്റെ കൂടെ സർക്യൂട്ടിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻക്രീസ് ചെയ്ത വോൾട്ടേജിന് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്. എഫിഷ്യൻസി ഈസ് വെരി ഹൈ ഇൻ ബൂസ്റ്റ് കൺവേർട്ടർ. എഫിഷ്യൻസി കൂടുതലാണ്. നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ 99% എഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഇൻപുട്ട് എനർജിയുടെ 99 ഭാഗവും ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നു, 1% വേസ്റ്റ് ആവുന്നുള്ളൂ. അതാണ് എഫിഷ്യൻസി. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ബാറ്ററി പവേർഡ് ആപ്ലിക്കേഷൻസ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്കൊരു 300 വോൾട്ടിൻ്റെ ആവശ്യമുണ്ട്. നമ്മളാണെങ്കിൽ ഒരു 120 വോൾട്ട് കിട്ടാൻ പാകത്തിന് ഉള്ള ബാറ്ററി സ്റ്റാക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഉള്ളതിനുള്ള സ്പേസേ ഉള്ളൂ എന്ന് കരുതുക. അപ്പോൾ നമുക്ക് 120 വോൾട്ട് പോരാ, 300 ആക്കണം. അപ്പോൾ നമുക്ക് അവിടെ ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് യൂസ് ചെയ്യാം. അതുപോലെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് ഉണ്ട്. മാത്രമല്ല ഒരു 1.5 വോൾട്ട് ബാറ്ററി ഉള്ളൂ. നമുക്കൊരു 3.3 വോൾട്ട് വേണം. അതിന് യൂസ് ചെയ്ത് കൺവേർട്ടർ സർക്യൂട്ട് ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് യൂസ് ചെയ്ത് നമുക്ക് 3.3 വോൾട്ട് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ബാറ്ററി പവേർഡ് ആപ്ലിക്കേഷൻസ് ലൈക്ക് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ലൈറ്റിംഗ് സിസ്റ്റം എക്സെട്ര. ബേസിക് സർക്യൂട്ട് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ. ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ ഒരു DC സോഴ്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിനേക്കാൾ കൂടിയ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടണം. ഔട്ട്പുട്ട് VO നമ്മൾ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഇൻപുട്ട് DC കൊടുക്കുകയാണ്. ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഇൻഡക്ടർ, സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ, ഡയോഡ് ആൻഡ് കപ്പാസിറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഡക്ടർ വരയ്ക്കണം. എവിടെ വരയ്ക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുകയും അതിലുള്ള കറന്റ് ഫ്ലോ നിൽക്കുന്ന സമയം ആ എനർജിയെ ബാക്ക് EMF ആയിട്ട് റിലീസ് ചെയ്ത് തരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എനർജീനെ നമ്മൾ നമ്മുടെ സോഴ്സ് വോൾട്ടേജിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കൂടിയ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് സോഴ്സിനോട് സീരീസ് ആയി വരുന്ന രീതിയിൽ വേണം ഇൻഡക്ടർ കണക്ട് ചെയ്യാൻ. അപ്പോൾ ഇൻഡക്ടറിൻ്റെ സ്ഥലം ഇവിടെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡക്ടർ കഴിഞ്ഞ അടുത്ത കോമ്പണന്റ് ഏതാ പറഞ്ഞിരിക്കുന്നത്? സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. അപ്പോൾ നമുക്ക് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ എങ്ങനെ കണക്ട് ചെയ്യാം? ഇൻ ബൂസ്റ്റ് കൺവേർട്ടർ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ്. അപ്പോൾ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യേണ്ടത് ലോഡിന് പാരലൽ ആയിട്ടാണ്. അതായത് രണ്ട് ഭാഗത്തൂടാണ് വേണ്ട, അല്ലെ? 2 പാത്തിലായിരിക്കണം. അപ്പോൾ ലോഡ് എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് അതല്ലാത്ത ഒരു ഭാഗത്ത് നമുക്ക് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യാം. അതായത് ഈ ഭാഗമാണ് സ്യൂട്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കോമ്പണന്റ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസിസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് കൺട്രോൾ പൾസസ് കൊടുക്കണം.
അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കൺട്രോൾ പൾസസ് കൊടുക്കാം. അടുത്ത കോമ്പണൻറ്റ് നമുക്ക് ഡയോഡാണ്. ഡയോഡ് വരച്ചു. അടുത്തത് കപ്പാസിറ്റർ വരച്ചു. കപ്പാസിറ്ററിന് അക്രോസ് ഔട്ട്പുട്ട് കിട്ടി. ലോഡ് വരച്ചു. അടുത്തത് നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം കംപ്ലീറ്റഡ് ആയി. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇൻപുട്ട് സോഴ്സിനോട് ചേർന്നാണ് സീരീസ് വരുന്ന രീതിയിലാണ് ഇൻഡക്ടർ കണക്ട് ചെയ്തത്. അതുപോലെ സ്വിച്ച് ആണെങ്കിൽ ലോഡിന് പാരലൽ ആവുന്ന രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ വർക്കിംഗ് ഒക്കെ നോക്കാം. നമുക്കറിയാം സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഓണും ഉണ്ട് ഓഫ് ഉണ്ട്, 2 മോഡ്സിലാണ് വർക്ക് ചെയ്യുക അല്ലേ. ഇപ്പം ഇവിടെ അങ്ങനെ തന്നെ ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് ഓപ്പറേറ്റ് ഇൻ 2 മോഡ്സ് വെൻ സ്വിച്ച് ഈസ് ഓൺ ആൻഡ് അതർ സ്വിച്ച് ഈസ് ഓഫ്. ഓൺ ആയിരിക്കുമ്പം എന്താണ്? ഓൺ സ്വിച്ച് പ്രൊവൈഡ്സ് ആൻ ഈസി പാത്ത് ദാറ്റ് ഈസ് ഷോർട്ട് ഫോർ ഇൻപുട്ട് ടു ഫ്ലോ. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പം ഷോർട്ട് പാത്ത് കൊടുക്കും. ദെൻ ഇൻപുട്ട് ഡസ് നോട്ട് റീച്ച് ദ ലോഡ്. കാരണം എന്താ? ഇൻപുട്ട് ലോഡിലേക്ക് പോകുന്നില്ല സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ. കാരണം രണ്ടും പാരലാണ്. ലോഡ് ആൻഡ് നമ്മുടെ സ്വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ. നമുക്ക് നോക്കാം. ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് കൊടുത്തിരിക്കുന്നു. അടുത്ത ചോപ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയം ടി ഓൺ അല്ലേ. സ്വിച്ച് ഓൺ ആകുമ്പോഴല്ലേ ടി ഓൺ എന്ന് പറയുന്നത്. ആ ടി ഓൺ ടൈമിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഇൻപുട്ട് സോഴ്സിൽ നിന്നും ഔട്ട്പുട്ട് കണക്ട് ചെയ്ത് കിട്ടുന്നില്ല. അടുത്തത് ഓഫ് ടൈം നോക്കാം. വെൻ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഈസ് ഓഫ്, സ്വിച്ച് ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സർക്യൂട്ട്. ദെൻ ഇൻപുട്ട് സോഴ്സ് ഈസ് കണക്റ്റഡ് ടു ഔട്ട്പുട്ട് ലോഡ്. അപ്പോൾ ഇൻപുട്ട് സോഴ്സ് ഔട്ട്പുട്ടിലേക്ക് കണക്റ്റഡ് ആവും. ഇതാ കണക്ട് ചെയ്തിരിക്കുന്നു. ഓഫ് പീരിയഡിൽ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, സ്വിച്ചും നമ്മുടെ ലോഡും പാരലൽ കണക്റ്റഡ് ആയതുകൊണ്ട് സ്വിച്ച് ഓൺ ആകുന്ന സമയം ഔട്ട്പുട്ട് കിട്ടുന്നില്ല ലോഡിന്. സ്വിച്ച് ഓഫ് ആവുന്ന സമയമാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ സോഴ്സ് വോൾട്ടേജ് എത്ര ലെവലിലാണ് ഉള്ളത് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രാഫിൽ VS മാർക്ക് ചെയ്തിട്ടുണ്ട് വയലറ്റ് നിറത്തിൽ. അത് താഴത്തെ ഗ്രാഫിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഴ്സ് വോൾട്ടേജിനേക്കാളും നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മീൻസ് വോൾട്ടേജ് ലെവൽ കൂടിയിട്ടാണ് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്? ബൂസ്റ്റ് കൺവേർട്ടർ ആയതുകൊണ്ട്. അപ്പം അത് എങ്ങനെയാണ് അത് കിട്ടുന്നത് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സർക്യൂട്ട് വർക്കിങ്ങിലേക്ക് പോകാം. നമ്മൾ ആദ്യം വരച്ച സർക്യൂട്ട് തന്നെയാണ്. ഇതിൽ നമുക്ക് സ്വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ലോഡ്. സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ സ്വിച്ചിന് ലോ റെസിസ്റ്റൻസ് ആണ്, ഷോർട്ട് പാത്ത് ആണ്. എപ്പോഴും ഒരു പാരലൽ സർക്യൂട്ടിന്റെ പ്രത്യേകതയാണ് ഈസി പാത്ത്. ഈ കറന്റ് പാസ് ചെയ്യുന്നത് അത് ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെയാണ്. പാരലൽ സർക്യൂട്ടിൽ നമുക്ക് കറന്റ് പാസ് ചെയ്യുക, കൂടുതൽ കറന്റ് പാസ് ചെയ്യുന്നത് എപ്പോഴും ലോ റെസിസ്റ്റൻസിലൂടെയാണ്. ഷോർട്ട് പാത്താണ് ഫുൾ കറന്റും അതിലൂടെയാണ് പാസ് ചെയ്യുക. ഇവിടെ നമുക്ക് സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ സ്വിച്ചിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുള്ളൂ. ഇതാ ഇതിലൂടെ പാസ് ചെയ്യും അല്ലേ. അതല്ലാതെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇവിടെ ഡയോഡ്, ലോഡ്, കപ്പാസിറ്റർ ഒക്കെ ചേർന്നിട്ട് കൂടിയ ഇമ്പിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമ്പിഡൻസ് അവിടെ കൂടുതലാണ്. അതേസമയം സ്വിച്ച് ആണെങ്കിലോ ഷോർട്ട് പാത്താണ്. അപ്പം പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് എപ്പോഴും സ്വിച്ച് ഓൺ ആണെങ്കിൽ കറന്റ് സ്വിച്ചിലൂടെയേ പാസ് ചെയ്യൂ. ഇനി സ്വിച്ച് ഓഫ് ആണെങ്കിലോ സ്വാഭാവികമായും സ്വിച്ച് ഓപ്പൺ ആയിപ്പോയി, പിന്നെ വേറെ വഴിയില്ല, ഡയോഡിലൂടെ പാസ് ചെയ്ത് നമ്മുടെ ലോഡിലൂടെ കറന്റ് ഫ്ലോ ചെയ്യും. അപ്പോൾ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് മാത്രമാണ് ലോഡിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുക. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ സ്വിച്ചിലൂടെ ആയിരിക്കും കറന്റ് ഫ്ലോ ചെയ്യുക. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് എപ്പോഴും ഓർക്കണം വർക്കിംഗ് പഠിക്കുമ്പോൾ. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓൺ സ്വിച്ച് പ്രൊവൈഡ്സ് ആൻ ഈസി പാത്ത് ഷോർട്ട് for current to flow. Combination of diode, capacitor and load provides a much higher impedance than short path. നമ്മൾ റൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഡയോഡ്, കപ്പാസിറ്റർ, ലോഡ് നമുക്ക് കൂടിയ ഇമ്പിഡൻസ് ആണ് തരുന്നത്. അതേസമയം സ്വിച്ച് ആണെങ്കിൽ നമുക്ക് ഷോർട്ട് പാത്ത്, ഈസി പാത്ത് ആണ് കറന്റ് ഫ്ലോ ചെയ്യാൻ തരുന്നത് സ്വിച്ച് ഓൺ ആയതുകൊണ്ട്. ഇൻ ദിസ് സർക്യൂട്ട് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ്. ഈ സർക്യൂട്ടിൽ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ
ലോഡിന് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വെൻ സ്വിച്ച് ഈസ് ഓൺ, സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ കറണ്ട് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ടെർമിനൽ ഓഫ് വി എസ്. എപ്പോഴും കറണ്ട് ഫ്ലോ നമ്മൾ മാർക്ക് ചെയ്യുക, പോസിറ്റീവ് ടെർമിനലിൽ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേരുന്നു. അതും പാസ് ചെയ്യുന്നത് പാരലൽ സർക്യൂട്ടിലൂടെ ആകുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ ഈസി പാത്ത്, റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്ത്, അതിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്തു, ഇൻഡക്ടറിലൂടെ പാസ് ചെയ്തു, ഇൻഡക്ടറിൽ പാസ് ചെയ്യുമ്പോൾ ഇൻഡക്ടറിനെ ചാർജ് ചെയ്യിച്ചു. എപ്പോഴും ബാറ്ററിയുടെ പോസിറ്റീവിനോട് അടുത്തുള്ള ഇൻഡക്ടറിന്റെ സൈഡിൽ നമ്മൾ ഏതാ മാർക്ക് ചെയ്യുക? പോസിറ്റീവ്. ഈ എൻഡിൽ പോസിറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചാർജ് ചെയ്യുന്ന സമയം എപ്പോഴും ഈ എൻഡ് പോസിറ്റീവ് ആയിരിക്കും, കാരണം ഇവിടെ പോസിറ്റീവ് ബാറ്ററിയുടെ സൈഡാണ് ഉള്ളത്. ഇനി അടുത്ത കറന്റ് നമുക്ക് ആരോ കാണാം. കറന്റ് ഇൻഡക്ടറിലൂടെ കയറി നമുക്ക് നെക്സ്റ്റ് ഏതിലേക്ക് വരണം? ഈസി പാത്തായ സ്വിച്ചിലൂടെ വരും. ഷോർട്ട് പാത്താണ്. സ്വിച്ചിലൂടെ കറന്റ് ഫ്ലോ ചെയ്ത് തിരിച്ച് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേർന്നു. അതായത് ഇൻപുട്ട് ഡസ് നോട്ട് റീച്ച് ദ ലോഡ്. ലോഡിലേക്ക് കറന്റ് പോയിട്ടില്ല, സ്വിച്ചിലൂടെയാണ് കറന്റ് ഫ്ലോ ചെയ്തത്. ദിസ് ടൈം ഇൻഡക്ടർ സ്റ്റോർസ് എനർജി. ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്തു, പൊളാരിറ്റി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് കറന്റ് ബിൽഡ്സ് അപ്പ് ഗ്രാജുവലി. അപ്പോൾ ഇതിൽ കറന്റ് നമുക്ക് കൂടുതലായിരിക്കും, കാരണം സ്വിച്ച് റെസിസ്റ്റൻസ് ഇല്ല, സ്വിച്ച് ഫുൾ ഓൺ ആണ്, സ്വിച്ച് ഷോർട്ട് പാത്താണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് കറന്റ് കൂടുതലുണ്ടാകും. അടുത്തത് നമുക്ക് സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോഴുള്ള വർക്കിംഗ് ഒന്ന് നോക്കാം. സ്വിച്ച് ഓഫ് മീൻസ് ഓപ്പൺ ആയി. സ്വിച്ച് ഓപ്പൺ ആയി. ഞാനിവിടെ വരച്ചിരിക്കുമ്പോൾ തന്നെ നോക്കൂ, അത് റൗണ്ട് ചെയ്യുന്ന ഭാഗം നോക്കുക. ആ ഭാഗം ഗ്യാപ്പ് ഇട്ടാണ് വരച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല, സ്വിച്ച് ഓപ്പൺ ആണ്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കറണ്ട് ഫ്ലോ ഇല്ല. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഓപ്പൺ ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി വെൻ സ്വിച്ച് ഈസ് ടേൺഡ് ഓഫ്, സ്വിച്ച് ഓഫ് ആകുന്ന സമയം കറന്റ് സഡനായി ഡ്രോപ്പ് ആവുന്നു. സ്വിച്ച് ഓഫ് ആയാൽ കറന്റ് ഫ്ലോ ചെയ്തിരുന്ന ആ സർക്യൂട്ടിൽ നിന്ന് പെട്ടെന്നൊരു ഫോൾ അല്ലേ, മാത്രമല്ല കറന്റ് കൂടിയ കറന്റാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഡ്രോപ്പ് ഓഫ് കറന്റ് അവിടെ ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുന്നത് ഡ്രോപ്പ് ആവുന്നത് കൊണ്ട് ഇൻഡക്ടർ പ്രൊഡ്യൂസ് ബാക്ക് ഇ എം എഫ്. ആൻഡ് ബാക്ക് ഇ എം എഫ് ഈസ് ഇൻ റിവേഴ്സ് പൊളാരിറ്റി. അതായത് പൊളാരിറ്റി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു ചാർജിങ് ചെയ്യുന്ന സമയം, ഇൻഡക്ടറിൽ ചാർജ് സ്റ്റോർ ചെയ്യുന്ന സമയം ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ആയിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പൊ ബാക്ക് ഇ എം എഫ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് നെഗറ്റീവാണ്, നെഗറ്റീവായിട്ടാണ് ചാർജ് ചെയ്ത് മീൻസ് ബാക്ക് ഇ എം എഫ് നമുക്ക് വരുന്നത്. അപ്പം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മുടെ വി എസ്, നമ്മുടെ സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവ് എൻഡിലേക്ക് ഇൻഡക്ടറിലെ ചാർജിന് നെഗറ്റീവ് വരുമ്പോൾ അത് രണ്ടും സീരീസ് ആവും. നമുക്ക് വായിച്ചു നോക്കാം. ദിസ് റിസൾട്ട്സ് ഇൻ ടു വോൾട്ടേജസ് വി എസ് ആൻഡ് വി എൽ. വി എൽ മീൻസ് നമുക്ക് ബാക്ക് ഇ എം എഫ്, ഇൻഡക്ടറിലെ എനർജി. ആൻഡ് വി എസ് ആൻഡ് വി എൽ രണ്ട് വോൾട്ടേജസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ദേ ആർ ഇൻ സീരീസ് വിത്ത് ഈച്ച് അതർ. ദിസ് ഹയർ വോൾട്ടേജ് വി എസ് പ്ലസ് വി എൽ ഫോർവേഡ് ബയസസ് ഡയോഡ്. ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യും. അപ്പോൾ ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യുന്നത്, സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വി എസ് പ്ലസ് വി എൽ ആണ്. ദ റിസൾട്ടിംഗ് കറന്റ് ത്രൂ ഡയോഡ് ചാർജസ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. ആൻഡ് ഓൾസോ സപ്ലൈസ് ലോഡ്. ലോഡിനും കറന്റ് സപ്ലൈ ആവും. അപ്പോൾ നമുക്ക് കറന്റ് ഡയറക്ഷൻ നോക്കാം. എപ്പോഴും കറന്റ് ഫ്ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേരും. ഡയോഡിലൂടെ കറന്റ് ഫ്ലോ, ഇൻഡക്ടർ കഴിഞ്ഞു, ഡയോഡ് കഴിഞ്ഞു, കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിച്ചു, ലോഡിലൂടെ ഫ്ലോ ചെയ്തു, ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന മുകളിൽ നിന്ന് താഴേക്കാണ് ആരോ നോക്കുക. നെക്സ്റ്റ്
തിരിച്ച് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഓൺ ആയിരിക്കുന്ന സമയം കറൻറ്റ് ഔട്ട്പുട്ടിലേക്ക് പോയില്ല, ലോഡിലേക്ക് പോയില്ല, സ്വിച്ചിലൂടെ ഫ്ലോ ചെയ്ത് തിരിച്ചു പോയി. ആ സമയം ഇൻഡക്ടർ എനർജിയെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി സ്വിച്ച് ഓഫായ സമയം ഇൻഡക്ടറിലെ ചാർജ് ബാക്ക് EMF ആയിട്ട് നമുക്ക് കിട്ടുന്നു, പ്ലസ് നമ്മുടെ വോൾട്ടേജ് സോഴ്സിലെ വോൾട്ടേജും ചേർന്ന് VS പ്ലസ് VL ആണ് ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യിച്ച് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുകയും ലോഡിലേക്ക് ഫ്ലോ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ കപ്പാസിറ്ററുള്ള ചാർജ് എന്ന് പറയുന്നത് VS പ്ലസ് VL, ഔട്ട്പുട്ട് കിട്ടുന്നത് VS പ്ലസ് VL. ഇനി നമ്മൾ ആദ്യം സ്വിച്ച് ഓൺ ചെയ്യുന്നതും പഠിച്ചു, ഓഫ് ചെയ്യുന്നതും പഠിച്ചു എന്താണെന്ന്. ഇനി നെക്സ്റ്റ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നോക്കണം. അതായത് രണ്ടാമത് ഓൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആദ്യത്തെക്കാളും ആദ്യം കപ്പാസിറ്ററിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം, സ്വിച്ച് ഓഫ് ആയതിനു ശേഷം ഓൺ ആകുമ്പോൾ ഓൾറെഡി കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർഡ് ആണ്. VS പ്ലസ് VL കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുന്ന സമയമാണ്. കറണ്ട് ഫ്ലോ എല്ലാം നമ്മൾ ആദ്യം പഠിച്ചത് തന്നെ സ്വിച്ചിലൂടെയാണ് പോകുന്നത്. ഇൻഡക്ടറിനെ ചാർജ് ചെയ്യിക്കും കറണ്ട്, എന്നിട്ട് സ്വിച്ചിലൂടെ ഫ്ലോ ചെയ്ത് തിരിച്ച് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേരും. അപ്പം ഇവിടെ നമ്മുടെ ഡയോഡിൻ്റെ ആനോഡ് സൈഡ് ഇതാണ്, കാഥോഡ് ഇതാണ് അല്ലേ. ആനോഡിൽ VS ആണ് വരുന്നുള്ളൂ. അതേസമയം കാഥോഡിലാണെങ്കിലും ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജിയായ VS പ്ലസ് VL ഉണ്ട്. അതായത് ഈ ഡയോഡ് കാഥോഡ് എപ്പോഴും കൂടിയ വോൾട്ടേജിലായിരിക്കും, ആനോഡ് കുറഞ്ഞ പോസിറ്റീവ് വോൾട്ടേജിലുമായിരിക്കും. അതായത് ഡയോഡ് എപ്പോഴും റിവേഴ്സ് ബയസ് ആയിരിക്കും. ഡയോഡ് റിവേഴ്സ് ബയസ് ആയി കഴിഞ്ഞാൽ അതിന് മീൻസ് അത് അവിടെ ഓപ്പൺ സർക്യൂട്ടായി. അതിനാണ് ഞാനിവിടെ ഓപ്പൺ വരച്ചിരിക്കുന്നത്. ഡയോഡിൻ്റെ എൻഡുകളിൽ നമ്മൾ ഡയോഡ് ഡിസ്കണക്റ്റഡ് ആയ എഫക്റ്റാണ് ഇവിടെ ഉള്ളത് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഓപ്പൺ വരച്ചിരിക്കുന്നു. ഏത് സെക്കൻഡ് ഓൺ, ഫസ്റ്റ് കഴിഞ്ഞതിന് ശേഷം സ്വിച്ച് ഓഫ് ആയതിനു ശേഷം വീണ്ടും ഓൺ ആയിട്ടുള്ള സമയങ്ങളിലെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ആഫ്റ്റർ ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് ഈച്ച് ടൈം സ്വിച്ച് ഈസ് ക്ലോസ്ഡ് the cathode of diode is more positive than its anode. Cathode ആണ് കൂടുതൽ പോസിറ്റീവ് ആവുക. It is because anode of diode is at VS and cathode at voltage across capacitor. Anode VS ആണ്, കാഥോഡിൽ കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് അത് VS plus VL ആണ്. Next, so the diode becomes reverse biased and output is isolated from input source. Load continues to be supplied with VS plus VL by charge on capacitor. VS plus VL ലോഡിന് കിട്ടുന്നുണ്ട്. As the charge on the capacitor decrease, capacitor charge decrease ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ it is recharge. എങ്ങനെ റീചാർജ് ചെയ്യുക? Each time MOSFET switch off. MOSFET സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞ് കൺട്രോൾ പൾസ് പോയി മോസ്ഫെറ്റിനെ സ്വിച്ച് ഓഫ് ചെയ്യിക്കും, ദെൻ കപ്പാസിറ്റർ ചാർജ് ചെയ്യും, ലോഡിലേക്ക് പോകും. നെക്സ്റ്റ് വോൾട്ടേജ് ആവശ്യത്തിനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സ്വിച്ചിനെ ഓണാക്കുമ്പോൾ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യും. അതുപോലെ സ്വിച്ചിലൂടെ കറണ്ട് പോകും, ഔട്ട്പുട്ട് ഇൻപുട്ട് സോഴ്സിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആവും, കപ്പാസിറ്ററിലെ ചാർജ് ഉപയോഗിച്ച് ലോഡ് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട്, അതായത് ഇൻപുട്ട് വോൾട്ടേജ് ലെവലിനേക്കാളും കൂടിയ ലെവൽ ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നു. ദസ് വി ഗെറ്റ് ബൂസ്റ്റഡ് DC ഇൻ ഔട്ട്പുട്ട്. അപ്പോൾ ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലെന്തുകൊണ്ടാണ് കൂടിയ വോൾട്ടേജ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ഡ്യൂട്ടി സൈക്കിൾ പഠിക്കാം. ഇൻ ബൂസ്റ്റ് കൺവേർട്ടർ, if Vs is the input source voltage, the average output voltage Vo equals Vs into 1 by 1 minus d. അതായത് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് Vo എന്ന് പറയുന്നത് Vsനെ 1 by 1 minus d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വോൾട്ടേജ് ആണ്. Vs എന്ന് പറഞ്ഞാൽ സോഴ്സ് വോൾട്ടേജ് ആണ്. അപ്പോൾ സോഴ്സ് വോൾട്ടേജിനെ 1 by 1 minus d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഡി എന്ന് പറയുന്നത് ഡ്യൂട്ടി സൈക്കിൾ. ഇനി
ഇത് നമുക്ക് ഈസി ആയിട്ട് വേറെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. വി ഒ ഈക്വൽസ് വി എസ് ബൈ 1 മൈനസ് ഡി. 1 മൈനസ് ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താലും സെയിം തന്നെയാണ് വരുന്നത്. വി എസിനെ 1 മൈനസ് ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വി ഒ കിട്ടും. വേർ ഡി ഈസ് ദ ഡ്യൂട്ടി സൈക്കിൾ ആൻഡ് ഡ്യൂട്ടി സൈക്കിൾ ഡി ഈക്വൽസ് ടി ഓൺ ബൈ ടി, ദറ്റ് ഈസ് ഓൺ പീരിയഡ് ബൈ ടോട്ടൽ ടൈം പീരിയഡ്. Then average voltage across load can be stepped up by varying duty cycle. Duty cycle vary ചെയ്ത് average voltage across load can be നമുക്ക് step up ചെയ്യാം. If D equals 50%, that is 0.5, then VO equals VS by 1 minus 0.5. നമ്മുടെ ഇക്വേഷനിൽ, മുകളിലുള്ള ഇക്വേഷനിൽ നമ്മൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. D 0.5 കൊടുത്തു കഴിഞ്ഞാൽ VS by 1 minus 0.5 എന്ന് പറഞ്ഞാൽ 0.5 ആണ് ഇല്ലേ. 1ൽ നിന്ന് 0.5 പോയാൽ 0.5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു VS ഇൻറ്റു 10/5, ദാറ്റ് ഈസ് VS ഇൻറ്റു 2 VS. അപ്പോൾ നമുക്കറിയാം D 50% ആണെങ്കിൽ, ഡ്യൂട്ടി സൈക്കിൾ 50% ആണെങ്കിൽ, അല്ലെങ്കിൽ 0.5 ആണെങ്കിൽ VO എന്ന് പറയുന്നത് 2 times VS ആയിരിക്കും. ഇനി വേറെ എക്സാമ്പിൾ എടുക്കാം. ഇഫ് D equals 75%, that is 0.75, then VO equals 4 into VS. കാൽക്കുലേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ കാൽക്കുലേഷൻ ചെയ്താൽ 4 times VS ആണെന്ന് കാണുന്ന 4 ഇരട്ടിയാണ് വരിക. അപ്പോൾ നമുക്ക് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജും ഡ്യൂട്ടി സൈക്കിളും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായി. എന്താണ് ഇക്വേഷൻ? VO equals VS into 1 by 1 minus D. അടുത്തത് നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചോപ്പറും സ്റ്റെപ്പ് ഡൗൺ ചോപ്പറും തമ്മിലുള്ള കമ്പാരിസൺ ഒന്ന് നോക്കാം. രണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് പറഞ്ഞാൽ ബക്ക് കൺവേർട്ടർ, സ്റ്റെപ്പ് അപ്പ് ചോപ്പർ എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് കൺവേർട്ടർ. ആദ്യം റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കാം. നമ്മളുടെ സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൽ സോഴ്സ് വോൾട്ടേജ് VS ആണെങ്കിൽ VSനേക്കാൾ കുറവായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് പറയാം 0 വോൾട്ട് ടു VS വോൾട്ട്. അതേസമയം സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൽ VS ആണ് സോഴ്സ് വോൾട്ടേജ് എങ്കിൽ VSനേക്കാൾ കൂടിയ വോൾട്ടേജ് ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ പറയും VS വോൾട്ട് ടു പ്ലസ് വോൾട്ട്. പ്ലസ് എത്രയാണ്? ഇൻഡക്ടറുള്ള വോൾട്ടേജ്, ബാക്ക് EMF. നെക്സ്റ്റ് പൊസിഷൻ ഓഫ് ചോപ്പർ സ്വിച്ച്. സ്വിച്ച് ഈസ് ഇൻ സീരീസ് വിത്ത് ലോഡ്. സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൽ, സ്റ്റെപ്പ് അപ്പിലാണെങ്കിൽ ഇൻ പാരലൽ വിത്ത് ലോഡ്. അതുപോലെ എക്സ്പ്രഷൻ ഫോർ ഔട്ട്പുട്ട് വോൾട്ടേജ് VO ഈക്വൽസ് D ഇൻറ്റു V ആൻഡ് സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൽ VO ഈക്വൽസ് V ബൈ 1 മൈനസ് D വോൾട്ട്, അല്ലെങ്കിൽ V ഇൻറ്റു 1 ബൈ 1 മൈനസ് D വോൾട്ട്. അടുത്തത് എക്സ്റ്റേണൽ ഇൻഡക്ടർ. സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൽ നോട്ട് നെസസറി, ഇൻഡക്ടറോ കപ്പാസിറ്ററോ മതി. അതേസമയം സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൽ ഇൻഡക്ടർ കമ്പൽസറി ആണ്, റിക്വയർഡ് ഫോർ ബൂസ്റ്റിംഗ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. കാരണം ഇൻഡക്ടറിലെ ബാക്ക് EMF കൂടി നമ്മുടെ വോൾട്ടേജ് സോഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വോൾട്ടേജിനെ ബൂസ്റ്റ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നത്. അടുത്തത് യൂസ് ഫോർ മോട്ടോറിംഗ് ഓപ്പറേഷൻ. സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൽ, സ്റ്റെപ്പ് അപ്പ് ചോപ്പറിലാകുമ്പോൾ ഫോർ റിജനറേറ്റീവ് ബ്രേക്കിംഗ് ഫോർ ലോഡ്. അടുത്തത് ടൈപ്പ് ഓഫ് ചോപ്പർ. സിംഗിൾ ക്വാഡ്രന്റ് ആണ് സ്റ്റെപ്പ് ഡൗണിലും സ്റ്റെപ്പ് അപ്പിലും. അതുപോലെ ക്വാഡ്രന്റ് ഓഫ് ഓപ്പറേഷൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, അതും സ്റ്റെപ്പ് ഡൗണിലും സ്റ്റെപ്പ് അപ്പിലും. ആ ക്വാഡ്രന്റ് ഓഫ് ഓപ്പറേഷനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഇനി നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യം ബേസിക്സ് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ. ബൂസ്റ്റ് കൺവേർട്ടർ ഈസ് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ. In this, transistor switches at high frequency and increased voltage is produced by adding back EMF, അതായത് energy stored in inductor to the source voltage. Next, mode of operation, 2 modes ആണ്. Transistor is on, input does not reach the load. ഓൺ ആയിരിക്കുമ്പോൾ ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജ് ലോഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആകുന്നില്ല. ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോൾ ഇൻപുട്ട് സോഴ്സ് ഇസ് കണക്റ്റഡ് ടു ലോഡ്.
ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജിൻ്റെ കൂടെ ബാക്ക് EMF കൂടി ആഡ് ചെയ്തിട്ടാണ് ട്രാൻസിസ്റ്റർ ഓഫിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. നെക്സ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് വോൾട്ടേജ് ഔട്ട്പുട്ട് ആൻഡ് ഡ്യൂട്ടി സൈക്കിൾ VO ഈക്വൽസ് VS into 1/1 minus D, where D is T1 by total time period. സർക്യൂട്ട് വർക്കിംഗ് പഠിച്ചു. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ഈസി പാത്താണ് കറണ്ട് ഫ്ലോ ചെയ്യാൻ കിട്ടുന്നത്. ഇൻപുട്ട് അതുകൊണ്ട് തന്നെ ഔട്ട് ലോഡിലേക്ക് എത്തുന്നില്ല. സ്വിച്ച് ഈസ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് VS plus VL ആണ്, അതായത് ബാക്ക് EMFഉം സോഴ്സ് വോൾട്ടേജും ചേർന്നിട്ട് ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യും. കറന്റ് ഡയോഡിലൂടെ പാസ് ചെയ്ത് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും ആൻഡ് ഓൾസോ സപ്ലൈസ് ലോഡ്. നെക്സ്റ്റ് ടി ഓണിൽ ഡയോഡ് ബിക്കം റിവേഴ്സ് ബയസ്, ലോഡ് കണ്ടിന്യൂസ് വിത്ത് VS plus VL ബൈ ചാർജ് ഓൺ കപ്പാസിറ്റർ. അടുത്തത് കമ്പാരിസൺ ബിറ്റ്വീൻ സ്റ്റെപ്പ് ഡൗൺ ആൻഡ് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ. റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൽ 0 to VS ആണ്, അതേസമയം സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൽ VS to പ്ലസ് വോൾട്ട് ആണ്. പൊസിഷൻ ഓഫ് ചോപ്പർ സ്വിച്ച് ഇൻ സീരീസ് ആണ് ബക്ക് കൺവേർട്ടറിൽ, അതേസമയം ബൂസ്റ്റ് കൺവേർട്ടറിലാവുമ്പോൾ ഇൻ പാരലൽ വിത്ത് ലോഡാണ്. എക്സ്പ്രഷൻ ഫോർ ഔട്ട്പുട്ട് വോൾട്ടേജ് VO ഇൻ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ D into V ആണ്. ഇൻ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ VO ഈക്വൽസ് V by 1 minus D or V into 1/1 minus D. എക്സ്റ്റേണൽ ഇൻഡക്ടർ നിർബന്ധമാണ്. സ്റ്റെപ്പ് അപ്പിൽ സ്റ്റെപ്പ് ഡൗണിൽ കമ്പൽസറി അല്ല, ഏതെങ്കിലും ഒന്ന് മതി. നമ്മൾ പഠിച്ചത് രണ്ടും ചേർന്നിട്ടുള്ള സർക്യൂട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ യൂസ് ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗണിൽ ഫോർ മോട്ടോറിംഗ് ഓപ്പറേഷൻ, സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൽ ഫോർ റിജനറേറ്റീവ് ബ്രേക്കിംഗ് ഫോർ ലോഡ്. അതുപോലെ ടൈപ്പ് ഓഫ് ചോപ്പർ സിംഗിൾ ക്വാഡ്രൻ്റ് ആണ് രണ്ടും, ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ രണ്ടും ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ബക്ക് കൺവേർട്ടർ സർക്യൂട്ടും ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ടും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ടാണ് പഠിക്കേണ്ടത്. അത് ഈ യൂട്യൂബ് ചാനലിൽ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.